ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 27-ാമത്തെ അധ്യായം, അതിൽ 14-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അധ സപ്തവിംശോധ്യായഃ. നാരദ ഉവാച ഇത്തം പുരഞ്ജനം സദ്രഗ്വശമാനീയ വിഭ്രമൈഃ പുരഞ്ജനീ മഹാരാജരേമേ രമേതി പതിം. स राजा महिषीं राजन् सुस्नातां रुचिराननां कृतस्वस्त्येनां तृप्ताम् आभ्यनन्ददुपागतां तयोपगूढपरिरब्धकन्थरो रहोनुमन्त्रैरपकृष्टचेतनः न कालरंहो बुबुधे दुरत्ययं दिवानिषेधि प्रमदा परिग्रहः शयान उन्नद्धमदो महामना महार्हतल्पे महिषीभुजोपधि तामेव वीरो मनुते परं यतस्तमोभिभूतो न निजं परं चयत् तयैवं रममाणस्य कामकश्मलचेतसः क्षणार्धमिव राजेन्द्राभिधिक्रान्तं नवं वयः तस्यामजनेल्पुत्रान् पुरञ्जन्यां पुरञ्जनः शतान्येकादश विराडायुषोर्धमधात्यगात् दुहितृर्दशोत्तरशतं पितृमातृयशस्करी शील उदार्यगुणोपेताः पौरञ्जन्यप्रजापते स पाञ्चालपतिः पुत्रान् पितृवंशविवर्धनान् दारैः संयोजयामास दुहितृः सदृशैर्वरैः पुत्राणां चाभवन् पुत्रा एकैकस्य शतं यैर्वै पौरञ्जनो वंशः पाञ्चालेषु समेथितः तेषु तद्रिक्तहारेषु गृहकोशानुजीविषु निरूढेन ममत्वेन विषयेष्वन्वबुद्ध्यताम् ईजे च क्रतुभिर्घोरैर्दीक्षितपशुमार्गैः देवान् पितॄन् भूतपदीन् नानाकामो यथा भवान् युक्तेष्वेवं प्रमत्तस्य कुटुम्बासक्तचेतसः आससादस वैकालो यो प्रियप्रिययोषिताम् चण्डवेगैः ख्यातो गन्धर्वाधिपतिर्नृपा गन्धर्वास्तस्य बलिनः 63 गन्धर्व्यस्तादृशीरस्य मैथुन्यश्च सिताः परिवृत्या विलुम्बन्ति सर्वकामविनिर्मिताम्. അടുത്ത ശ്ലോകമാണ് കാണുന്ന 15-ാമത്തെ. തേ ചണ്ഡവേഗാനുചരാः പുരഞ്ജനപുരം യദാ ഹർത്തുമാരേഭിരേ തത്ര പ്രത്യഷേധൽ പ്രജാഗ്രഹ. തേ ചണ്ഡവേഗാനുചരാः പുരഞ്ജനപുരം യദാ ഹർത്തുമാരേഭിരേ തത്ര പ്രത്യഷേധൽ പ്രജാഗ്രഹ. ആ ചണ്ഡവേഗൻ്റെ അനുയായികൾ ആയിരിക്കുന്ന അനുയായികളായിരിക്കുന്ന അവർ ആ പുരഞ്ജനപുരത്തെ കൊള്ളയടിപ്പാൻ എപ്പോൾ തുടങ്ങിയോ അപ്പോൾ ആ സർപ്പം അതിനെ എതിർത്തു. ഇവരുടെ മുൻപിൽ നടക്കുന്ന പുരഞ്ജനിയുടെ മുമ്പിൽ നടക്കുന്ന സർപ്പം അവരെ എതിർത്തു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ പുരഞ്ജനൻ്റെ കൂടെയുള്ള ആ ഗന്ധർവന്മാരും ആ ഗന്ധർവ സ്ത്രീകളും കൂടിയിട്ട് ഈ കൊട്ടാരത്തെ കൊള്ളയടിക്കാൻ തുടങ്ങി എന്നുള്ളത് പറഞ്ഞു. അവിടുത്തെ ഭോഗ്യവസ്തുക്കളെല്ലാം എടുത്ത് ആ കൊട്ടാരത്തെ കൊള്ളയടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകത്തിലാണിത് പറയുന്നത്. തേ ചണ്ഡവേഗാനുചരാഹ, ആ ചണ്ഡവേഗൻ്റെ അനുചരന്മാർ. ആ ചണ്ഡവേഗൻ്റെ അനുചരന്മാർ ആ പുരഞ്ജനപുരത്തെ എപ്പോഴാണോ എങ്ങനെ കൊള്ളയടിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ സർപ്പം, പ്രജാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പുരഞ്ജനിയുടെ ഒപ്പം അവിടെ അവരുടെ കൂടെയുള്ള ആൾക്കാരുടെ ഒപ്പം നടന്നിരുന്ന ആ സർപ്പം അതിനെ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ചണ്ഡവേഗാനുചരഹ, ചണ്ഡവേഗൻ്റെ അനുയായികളായിരിക്കുന്ന തേ അവർ, പുരഞ്ജനപുരത്തെ യഥാ എപ്പോൾ, ഹർത്തും കൊള്ളയടിപ്പാൻ, ആരേഭിരേ തുനിഞ്ഞുവോ ആരംഭിച്ചുവോ, തത്ര അപ്പോൾ, പ്രജാകരൻ എന്ന് പറഞ്ഞാൽ സർപ്പം, പ്രത്യഷേധത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർത്തു. ഒന്നും കൂടി പറയാത്ത പദങ്ങൾ. ചണ്ഡവേഗാനുചരഹ, ചണ്ഡവേഗൻ്റെ അനുയായികളായിരിക്കുന്ന തേ അവർ, പുരഞ്ജനപുരത്തെ യഥാ എപ്പോൾ,
ഹർത്തും കൊള്ളയടിപ്പാൻ തുനിഞ്ഞുവോ അപ്പോൾ പ്രജാഗരഹ ആ സർപ്പം അതിനെ എതിർത്തു. പ്രത്യഷേധത് എതിർത്തു. അപ്പോൾ ചണ്ഡവേഗാനുചരാഹ തേ പുരഞ്ജനപുരം യഥാഹർത്തും ആരേഭിരേ തത്ര പ്രജാഗരാഹ പ്രത്യഷേധത്. ഒന്നുകൂടി പറയാം. ഇതിൻ്റെ അന്വയാണ് പറയുന്നത്. ചണ്ഡവേഗാനുചരാഹ തേ പുരഞ്ജനപുരം യഥാഹർത്തും ആരേഭിരേ. എപ്പോഴാണോ ആ പുരഞ്ജനപുരത്തെ ആ അനുയായികളായിരിക്കുന്ന ചണ്ഡവേഗൻ്റെ അനുയായികളായിരിക്കുന്ന ഗന്ധർവന്മാർ കൊള്ളയടിക്കാൻ തുടങ്ങിയത്, ആരേഭിരേ തുനിഞ്ഞത്, തത്ര അപ്പോൾ, തത്ര പ്രജാഗരഹ പ്രത്യഷേധത്. ചണ്ഡവേഗാനുചരാഹ തേ പുരഞ്ജനപുരം യഥാഹർത്തും ആരേഭിരേ തത്ര പ്രജാഗരഹ പ്രത്യഷേധത്. ചണ്ഡവേഗൻ്റെ അനുയായികളായിരിക്കുന്ന അവർ ആ പുരഞ്ജനപുരത്തെ എപ്പോൾ കൊള്ളയടിപ്പാൻ തുനിഞ്ഞുവോ അപ്പോൾ ആ സർപ്പം അതിനെ എതിർത്തു. ചണ്ഡവേഗൻ്റെ അനുചരന്മാർ പുരഞ്ജനൻ്റെ നഗരത്തെ ആക്രമിക്കാൻ ആരംഭിച്ചപ്പോൾ ആ പ്രജാഗരൻ എന്ന സർപ്പം അവരെ എതിർത്തു. ഈ സർപ്പം പ്രാണൻ്റെ വ്യാപാരങ്ങളെന്ന് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ആധാരനിലയോ ധാതാ പുഷ്പഹാസ പ്രജാഗര വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. ആധാരനിലയോ ധാതാ പുഷ്പഹാസ പ്രജാഗര നിത്യബുദ്ധസ്വരൂപത്വാത് പ്രകർഷേണ ജാഗർത്തീതി പ്രജാഗര എന്ന് ആചാര്യ ഭാഷ്യം. നിത്യബുദ്ധസ്വരൂപത്താത് പ്രകർഷേണ ജാഗർത്തീതി പ്രജാഗര. സർപ്പപക്ഷത്തിൽ സർവദാ ജാഗ്രതയോടെ കാവലിരിക്കുന്നവൻ, അതായത് അനന്തൻ്റെ ആ മടിയിൽ അങ്ങനെ വളരെ സദാ ജാഗ്രതയോടെ ഇരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രജാഗ്രഹ എന്നവിടെ ആ ഭഗവാന് പേര് വന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. ആ ഗന്ധർവ സ്ത്രീകൾ ചണ്ഡവേഗൻ എന്ന് പ്രസിദ്ധനായ ഒരു ഗന്ധർവ അധിപതി ഉണ്ടായിരുന്നു. അയാൾക്ക് ബലവാന്മാരായ 360 ഗന്ധർവന്മാരും അവരോടൊന്നിച്ച് കറുത്തും വെളുത്തും അത്രയും ഗന്ധർവ സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ ചുറ്റി നടന്ന് സർവ്വകാമോപകരണങ്ങളോടും കൂടി നിർമ്മിച്ച ആ പുരിയെ നശിപ്പിക്കാൻ തുടങ്ങി. ചണ്ഡവേഗൻ്റെ അനുയായികൾ പുരഞ്ജനപുരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സദാ ഉണർന്നുകൊണ്ടിരിക്കുന്ന ആ സർപ്പം അതിനെ തടഞ്ഞു. അപ്പോൾ ആ ബലശാലിനികളായിരിക്കുന്ന 360 ഗന്ധർവ സ്ത്രീകൾ ആ ഗന്ധർവ രാജാവിനുണ്ട്. അഭർത്തൃസഹിതകളാണ് അവരിൽ ചിലർ വെളുത്തും ചിലർ കറുത്തും ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവരോട് കൂടെ ചേർന്ന് ആ പുരഞ്ജന രാജാവിൻ്റെ സർവ്വസമ്പൽ സമൃദ്ധിയോടുകൂടിയ ആ രാജധാനിയെ അവർ ക്രമത്തിൽ അപഹരിച്ചു കൊണ്ട് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു. അത് ആത്മപക്ഷത്തിൽ ആ 360 രാത്രികളെ ഗന്ധർവ സ്ത്രീകളായിട്ടും ശുക്ലപക്ഷ രാത്രികളെ വെളുത്തവരായിട്ടും കൃഷ്ണപക്ഷ രാത്രികളെ കറുത്തവരായിട്ടുമൊക്കെ കൽപ്പിച്ചു. ക്ഷയിപ്പിക്കുകയും എന്നതിനെ ആ രാജധാനിയെ അപഹരിക്കുന്നതായിട്ടും വർണ്ണിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ആ ചണ്ഡവേഗൻ്റെ ആളുകളായിരിക്കുന്ന ഗന്ധർവന്മാരും ഗന്ധർവികളും യോജിച്ച ആ പുരഞ്ജനപുരത്തെ അപഹരിക്കാൻ എന്നു മുതൽ തുടങ്ങിയോ ആ കാലം മുതൽക്ക് തന്നെ ആ പുരം പാലിക്കുന്ന പ്രജാഗരൻ എന്ന സർപ്പം അവരെ നിരോധിച്ചും കൊണ്ട് ഇരിപ്പാകുന്നു. ആ ദിനരാത്രങ്ങളാകുന്ന അവയവങ്ങളോട് കൂടിയിരിക്കുന്ന ആ സംവത്സരം ആ കഴിയുന്തോറും ആ ഓരോ വർഷം കഴിയുന്തോറും ആ ശരീരശക്തി കുറയുന്നുണ്ടെങ്കിലും ആ പ്രാണിപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ദേഹം നശിക്കാതെ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രജാഗര ശബ്ദം പ്രാണനെക്കുറിച്ച് ഉപയോഗിച്ചതായിട്ടാണ് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ വ്യാഖ്യാനത്തിന് പറഞ്ഞിരിക്കുന്നത് ഏവം സ ഏകഃ ചണ്ഡവേഗഃ സ 20 സപ്തശത
സൈന്യരൂപൈരനുചരൈർയുക്ത പുരഞ്ജനപുരം ഹർത്തും പ്രാരേപേ. അങ്ങനെ ആ 360 ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളും ചേർന്നിട്ട് 720 സൈന്യം രൂപത്തിലുള്ള അനുചരന്മാർ ആ പുരഞ്ജനപുരത്തെ ഹർത്തും പ്രാരേഭേ അതിനെ കൊള്ളയടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഏവം ഇപ്രകാരം ആ ഏകഹ ചണ്ഡവേഗ ആ ചണ്ഡവേഗൻ്റെ 20 ആ 720 സൈന്യരൂപൈർ അനുചരൈഹി 720 സൈന്യരൂപത്തിലുള്ള അനുചരന്മാർ ഒന്നിച്ചു ചേർന്ന് സൈന്യൈര്യുക്ത ചേർന്ന് ആ പുരഞ്ജനപുരം അവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് പുരഞ്ജനപുരം ഹർത്തും പുരഞ്ജനപുരത്തെ കൊള്ളയടിക്കാൻ പ്രാരേഭേ. അപ്പം അതിലത്തെ ആ വ്യാഖ്യാനം ഏവം സ ഏകഃ ചണ്ഡവേഗ 20 സൈന്യരൂപൈർ അനുചരൈർയുക്ത പുരഞ്ജനപുരം ഹർത്തും പ്രാരേഭേ. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ തഥാ തൈഹി സാകം പഞ്ചശീർഷ പ്രജാഗ്രഹ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സർപ്പം അതിനെ കാത്തു സൂക്ഷിച്ച സാകം പഞ്ചശീർഷ 5 തലയുള്ള ആ സർപ്പം പ്രാണൻ എന്നാണ് അതിൻ്റെ പ്രാണനെയാണ് അവിടെ ദ്യോതിപ്പിക്കുന്നത്. തഥാ തൈഹി സാകം പഞ്ചശീർഷ പ്രജാഗ്രഹ ആ സർപ്പം 100 സമായുയുധേ അത് 100 കണക്കിന് അത് യുദ്ധം ചെയ്തു ഇവരെ എതിർത്തു എന്നുള്ളതാണ് പറയുന്നത്. 100 സമായുധേ ഈ സൈന്യങ്ങളെ എതിർത്തു എന്നുള്ളതാണ് പറയുന്നത്. തഥാ തൈഹി സാകം പഞ്ചശീർഷ അത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാകം ആ പഞ്ചശീർഷ 5 തലയുള്ള പ്രജാഗ്രഹ ആ സർപ്പം ആ ജീവനെ കാത്തിരക്ഷിച്ചിരുന്ന പ്രാണൻ 5 തലയുള്ള പ്രാണൻ 100 സമായുധേ ഇവരോട് ഈ ഗന്ധർവന്മാരോട് 720 ഗന്ധർവന്മാരുടെ സൈന്യത്തോട് 100 സമായുധേ 100 കണക്കിന് യുയുധേ യുദ്ധം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നിച്ച് പറയാം ഒന്നുകൂടി. ഏവം സ ഏകഃ ചണ്ഡവേഗ 20 സൈന്യരൂപൈർ അനുചരൈർയുക്ത പുരഞ്ജനപുരം ഹർത്തും പ്രാരേഭേ തഥാ തൈഹി സാകം പഞ്ചശീർഷ പ്രജാഗ്രഹ 100 സമായുയുധേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 16-ാമത്തെ ശ്ലോകം. സപ്തഭിഃ ശതൈരേകോവിംശത്യാച്ച 100 സമാഹ പുരഞ്ജനപുരാധ്യക്ഷോ ഗന്ധർവൈർയുയുധേ ബലി. അത് തന്നെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. സപ്തഭിഃ ശതൈരേകോ അങ്ങനെ ആ പുരഞ്ജനപുരത്തിൻ്റെ രക്ഷാധിപനും ആ ശക്തവാനുമായിരിക്കുന്ന ആ സർപ്പം സപ്തമീ ശതൈരേകോ വിംശത്യാച്ച 100 സമാഹ പുരഞ്ജനപുരാധ്യക്ഷോ പുരഞ്ജനപുരത്തിൻ്റെ അധ്യക്ഷൻ ആയിരിക്കുന്ന ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരഞ്ജനപുരത്തിൻ്റെ രക്ഷാധിപനും ബലി ശക്തനും ആയിരിക്കുന്ന ആ സർപ്പം ഏകനായിട്ട് ഒരേ ഒരാളായിട്ട് 100 സമാഹ 100 കൊല്ലം വിംശത്യാ സപ്തഭിശതൈ 720 ആ ഗന്ധർവന്മാരോട് കൂടിയിട്ട് പൊരുതി നിന്നു യുദ്ധം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വ്യാഖ്യാനത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ പുരഞ്ജനപുരാധ്യക്ഷ പുരഞ്ജനപുരത്തിൻ്റെ രക്ഷാധിപനും ബലി ശക്തനും ആയിരിക്കുന്ന ആ സർപ്പം ഏകനായിട്ട് 100 സമ 100 കണക്കിന് കൊല്ലം വിംശത്യാച്ച സപ്തഭിശതൈ 720 ഗന്ധർവന്മാരോട് കൂടിയിട്ട് യുയുധേ പൊരുതി നിന്നു. പലത്തെ പദങ്ങൾ നോക്കാം. പുരഞ്ജനപുരാധ്യക്ഷ ആ പുരഞ്ജനപുരത്തിൻ്റെ രക്ഷാധിപനും ബലീ ശക്തനും ആയിരിക്കുന്ന ആ സർപ്പം ഏകനായിട്ട് 100 സമാഹ 100 കൊല്ലം വിംശത്യാച്ച സപ്തഭിഃ ശതൈഃ 720 ഗന്ധർവന്മാരോട് കൂടിയിട്ട് യുയുധേ പൊരുതി നിന്നു. അപ്പോൾ പുരഞ്ജനപുരാധ്യക്ഷ ബലീ ഏകഃ 100 സമാഹ വിംശത്യാച്ച സപ്തഭിഃ ഗന്ധർവൈഃ യുയുധേ. ഒന്നും കൂടി പറയാം. പുരഞ്ജനപുരാധ്യക്ഷ ബലീ ഏകഃ 100 സമാഹ വിംശത്യാച്ച സപ്തഭിഃ ശതൈഃ ഗന്ധർവൈഃ യുയുധേ.
ആ പുരഞ്ജനപുരത്തിൻ്റെ രക്ഷാധിപനും ശക്തനുമായിരിക്കുന്ന ആ സർപ്പം ഏകനായിട്ട് 100 കൊല്ലം ആ 720 ഗന്ധർവന്മാരോട് കൂടിയിട്ട് പൊരുതി നിന്നു. അപ്പോൾ പുരഞ്ജന നഗരിയുടെ പാലകനായിരിക്കുന്ന സർപ്പം ഏകനായിട്ട് 720 ഗന്ധർവന്മാരോടും 100 സംവത്സരം പൊരുതി. അധ്യക്ഷൻ എന്നാൽ യോഗ്യനായിരിക്കുന്ന അധികാരി എന്നാണ് അർത്ഥം. പ്രാചീന കാലത്തെ ആ വകുപ്പ് മേധാവികളെ അധ്യക്ഷന്മാരെന്നാണ് വിളിച്ചിരുന്നത്. കൊല്ലം തോറും ആ ശരീരശക്തി കുറഞ്ഞു വരുന്നു. പക്ഷേ ആ ശരീരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രാണൻ പൊരുതുന്നു എന്ന് സാരം. അപ്പോൾ ഇവിടെ അർത്ഥം വന്നിരിക്കുന്നത് നോക്കാം നമ്മൾക്ക്. ബലമേറിയിരിക്കുന്ന ആ പുരാധ്യക്ഷൻ ആ ഒറ്റയ്ക്ക് തന്നെ ആ 720 ഗന്ധർവ സൈന്യത്തോട് 100 കൊല്ലം യുദ്ധം ചെയ്തു. അതിബലവാനും ഏകനും ആയിരിക്കുന്ന പുരഞ്ജനപുര പാലകന്മാരുടെ അധിപനായിരിക്കുന്ന ആ പ്രജാകരൻ 720 ഗന്ധർവന്മാരോട് കൂടെ 100 സംവത്സരം യുദ്ധം ചെയ്തു. സംവത്സര അവയവങ്ങൾ പകലും രാത്രിയും കൂടെ ആ 720 എന്നും പരമമായ ആയുസ് 100 ആയതുകൊണ്ട് 100 കൊല്ലം എന്നാണ് അവിടെ ദ്യോതിപ്പിക്കുന്നത്. അതുവരെ പ്രാണൻ ശരീരത്തെ നിലനിർത്തും എന്ന് കാണിക്കുകയാണ്. ആ 100 സംവത്സരം എന്ന് പറയുന്നത് നമ്മൾ ആയുസ്, ജീവൻ്റെ ആയുസിനെയാണ് പറയുന്നത്. ആ 100 കൊല്ലക്കാലം ഈ ഗന്ധർവന്മാരുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അതാണ് ഈ വ്യാഖ്യാനത്തിലും പറഞ്ഞിരിക്കുന്നത്. സ ഏകഃ ചണ്ഡവേഗ ഏവം സ ഏകഃ ചണ്ഡവേഗ സവിംശതി സപ്തശത സൈന്യരൂപൈരനുചരൈർയുക്തഃ പുരഞ്ജനപുരം ഹർത്തും പ്രാരേഭേ തഥാ തൈഃ സാകം പഞ്ചശീർഷ പ്രജാഗ്രഹ ശതം സമായുധേ. കഴിഞ്ഞ ആ ശ്ലോകത്തിന് പറഞ്ഞ ആ വ്യാഖ്യാനം തന്നെ ഇതിൽ മുഴുവനാക്കിയിട്ടാണ് ഈ ശ്ലോകത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. അടുത്ത ശ്ലോകം ക്ഷീയമാണേ സ്വസംബന്ധേ ഏകസ്മിൻ ബഹുഭിർയുധാ ചിന്താം പരാം ജഗാമാർത്ത സ രാഷ്ട്രപുരബാന്ധവഃ. ക്ഷീയമാണേ സ്വസംബന്ധേ ഏകസ്മിൻ ബഹുഭിർയുധാ ചിന്താം പരാം ജഗാമാർത്ത സ രാഷ്ട്രപുരബാന്ധവഃ. അങ്ങനെ ഏകനായിട്ട് അനേകം പേരോട് പൊരുതിയതിനാൽ, ഏകസ്മിൻ ബഹുഭിർയുധ അങ്ങനെ പൊരുതിയതിനാൽ എന്തു പറ്റി? തൻ്റെ ബന്ധു സ്വസംബന്ധ, തൻ്റെ ബന്ധു തളർന്നപ്പോൾ ദുഃഖിതനായി ആ രാജാവ്. എന്നിട്ടോ രാജവാസികളുടെയും ബന്ധുക്കളുടെയും കൂടെ വലുതായിട്ടുള്ള ചിന്തയിൽ അങ്ങനെ പെട്ടു. ചിന്താം പരാം ജഗാമാർത്ത സ രാഷ്ട്രപുരബാന്ധവാഹ. ആ ദുഃഖിതനായിരിക്കുന്ന രാജാവ് സ രാഷ്ട്രപുരബാന്ധവ, രാജ്യവാസികളോടും ബന്ധുക്കളോടും, പുരബാന്ധവാഹ ബന്ധുക്കളോടും കൂടിയിട്ട് വലുതായിരിക്കുന്ന ചിന്തയിൽ അകപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. അതിലത്തെ പദങ്ങളെ ഏകസ്മിൻ ഏകനായിട്ട്, ബഹുഭിഹി അനേകം പേരോട്, യുധ പൊരുതിയിരുന്നതിനാൽ. ഏകസ്മിൻ ബഹുഭി യുധ ഏകനായിട്ട് അനേകം പേരോട് പൊരുതിയതിനാൽ. സ്വസംബന്ധേ തൻ്റെ ബന്ധു തളർന്നപ്പോൾ, സ്വസംബന്ധേ തൻ്റെ ബന്ധു ക്ഷീയമാണേ തളർന്നപ്പോൾ, ആർത്തഹ ദുഃഖിതനായിരിക്കുന്ന രാജാവ്, സ രാഷ്ട്രപുരബാന്ധവഃ ആ രാജ്യവാസികളോടും പുരബന്ധുക്കളോടും കൂടി, പരാം വലുതായിരിക്കുന്ന ചിന്തയിൽ ജഗാമ പെട്ടു. എന്നുകൂടി പറയാം. ഏകസ്മിൻ ഏകനായിട്ട്, ബഹുഭിഹി അനേകം പേരോട്, യുധ പൊരുതിയിരുന്നതിനാൽ, സ്വസംബന്ധേ തൻ്റെ ബന്ധു ക്ഷീയമാണേ തളർന്നപ്പോൾ, ആർത്തഹ ദുഃഖിതനായിരിക്കുന്ന രാജാവ്, സ രാഷ്ട്രപുരബാന്ധവഃ ആ രാജ്യവാസികളോടും ബന്ധുക്കളോടും കൂടി, പരാം വലുതായിരിക്കുന്ന ചിന്താം ജഗാമ പെട്ടു. ഏകസ്മിൻ ബഹുഭിഹി യുദ്ധാ സ്വസംബന്ധേ ക്ഷീയമാണേ ആർത്തഃ സ രാഷ്ട്രപുരബാന്ധവഃ പരാം ചിന്താം ജഗാമ. ഏകസ്മിൻ ബഹുഭിഹി ഏകസ്മിൻ ബഹുഭിഹി യുധാ സ്വസംബന്ധേ ക്ഷീയമാണേ ആർത്തഃ സ്വരാഷ്ട്രപുരബാന്ധവഃ
പരാം ചിന്താം ജഗാമ. ഏകനായിട്ട് അനേകം പേരോട് പൊരുതിയതിനാൽ തൻ്റെ ബന്ധു തളർന്നപ്പോൾ ആ ദുഃഖിതനായിരിക്കുന്ന രാജാവ് രാജവാസികളോടും ബന്ധുക്കളോടും കൂടിയിട്ട് വലുതായിട്ടുള്ള ചിന്തയിൽ അകപ്പെട്ടു. അപ്പോൾ പ്രാണൻ ഇങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് പ്രാണൻ പൊരുതുന്നു എന്ന് അപ്പോൾ പൊരുതുന്നുവെന്ന് തൻ്റെ ആ സംബന്ധിയായിരിക്കുന്ന പ്രജാകരൻ ഒറ്റയ്ക്ക് അനേകം പേരോട് യുദ്ധം ചെയ്തിട്ട് പരവശനാവാൻ തുടങ്ങി. അങ്ങനെ രാജ്യം, നഗരം, ബന്ധുക്കൾ ഇവ എങ്ങനെ രക്ഷിക്കും എന്ന് ആലോചിച്ച് ആ പുരഞ്ജനൻ ചിന്താമഗ്നനായി എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ തനിക്ക് ബന്ധപ്പെട്ട ആ പുരാധ്യക്ഷൻ ഒറ്റയ്ക്ക് അനേകം ആളുമായിട്ട് യുദ്ധം ചെയ്തു. അതായത് സർപ്പം അങ്ങനെ തളർന്നപ്പോൾ, ആ സർപ്പം തളർന്നപ്പോൾ രാഷ്ട്രത്തിൻ്റെയും പുരത്തിൻ്റെയും സ്വാമിയായിരിക്കുന്ന പുരഞ്ജനൻ അതിദുഃഖിതനും ചിന്താധീനനും ആയി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുരപാലകനായിരിക്കുന്ന ഏകൻ അനേകം പേരോടുകൂടെ അധികകാലം യുദ്ധം ചെയ്ത് ബലഹീനനായി വന്നു തുടങ്ങിയപ്പോൾ ആ രാജ്യം, രാജധാനി, ബന്ധുക്കൾ ഇവരുടെയെല്ലാം ഹിതകർത്താവായിരിക്കുന്ന ആ പുരഞ്ജന മഹാരാജാവിന് വലിയ വിചാരം ഉള്ളിൽ കടന്നുകൂടി. അഭിമാനം നിമിത്തം ആ ശരീരേന്ദ്രിയങ്ങളുടെ സ്വാമിയായിരിക്കുന്ന ജീവന് സഹായിയായിരുന്ന ആ പ്രാണൻ്റെ ബലം കുറഞ്ഞു വന്നപ്പോൾ ഇനിമേൽ എങ്ങനെ കഴിഞ്ഞുകൂട്ടും എന്നുള്ള ആ ഖേദം നിമിത്തം ആ ജീവാത്മാവ് ചിന്താപരവശനായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. സ ബലേ ക്ഷീയമാണ് പരാം. ആ ബലം ഒക്കെ അങ്ങനെ ക്ഷയിച്ചപ്പോൾ പരാം ചിന്താം, ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയെ പ്രാപിച്ചു. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ ബലേ ക്ഷീയമാണേ പരാം ചിന്താം പ്രാപ. ആ ബലമൊക്കെ അങ്ങോട്ട് ക്ഷയിച്ചപ്പോൾ, ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട്, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തിട്ട് ആ ബലമൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ആ പുരഞ്ജനൻ സ ബലേ ക്ഷീയമാണേ, ആ പുരഞ്ജനൻ ആ ബലമൊക്കെ അവിടെ ക്ഷയിച്ചപ്പോൾ പരാം ചിന്താം, ഇനി എന്ത് ചെയ്യും എന്നതിനെ പറ്റിയിട്ട് പ്രാപ, അതിനെപ്പറ്റി ആലോചിച്ചു. സബലേ ക്ഷീയമാണേ പരാം ചിന്താം പ്രാപ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സ ഏവ പര്യാം മധുഭുക് പാഞ്ചാലേഷു സ്വപാർഷദൈഃ ഉപനീതം ബലിം ഗൃഹ്ണൻ സ്ത്രീജിതോ നാവിദത് ഭയം. സ ഏവ പുര്യാം മധുഭുക് പാഞ്ചാലേഷു സ്വപാർഷദൈഃ ഉപനീതം ബലിം ഗൃഹ്ണൻ സ്ത്രീജിതോ നാവിദത് ഭയം. സഹ അവൻ ആ പാഞ്ചാല രാജ്യത്തിലെ തൻ്റെ ആ കിങ്കരന്മാരാൽ കൊണ്ടുവരപ്പെട്ട ആ രാജഭോഗത്തെ സ്വീകരിച്ചും അതുപോലെ ആ നഗരത്തിൽ തന്നെ ആ മദ്യപാനം ഒക്കെ ചെയ്തും സ്ത്രീ സേവാതൽപരനും ഒക്കെ ആയിട്ട് ഭയം വരും എന്ന് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ രാജാവിന് രാജാവ് ആ പാഞ്ചാല രാജ്യത്തിലെ ആ സ്വപാർഷ കിങ്കരന്മാരാൽ കൊണ്ടുവരപ്പെട്ട ബലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പം, രാജഭോഗങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആ നഗരത്തിൽ തന്നെ അങ്ങനെ ആ മദ്യപാനമൊക്കെ ചെയ്ത് സ്ത്രീലമ്പടനായിട്ട് അങ്ങനെ ആ ഭയം വരും എന്നുള്ളത് അറിഞ്ഞതേ ഇല്ല എന്നർത്ഥം. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം സഹ അവൻ പാഞ്ചാലേഷു പാഞ്ചാല രാജ്യത്തിൽ സ്വപാർഷദൈഹി തൻ്റെ കിങ്കരന്മാരാൽ ഉപനീതം കൊണ്ടുവരപ്പെട്ട ബലിം ആ രാജഭോഗത്തെ ഗൃഹ്ണൻ സ്വീകരിച്ചും പുര്യാം ഏവ ആ നഗരത്തിൽ തന്നെ മധുഭുക് മദ്യപാനം ചെയ്തും സ്ത്രീജിത സ്ത്രീ സേവാതൽപരനായും ഭയം വരുമെന്ന് ന അവിദത് അറിഞ്ഞില്ല. ഒന്നുകൂടി പറയാം. സഹ അവൻ പാഞ്ചാലേഷു പാഞ്ചാല രാജ്യത്തിൽ
സ്വപാർഷദൈഹി തൻ്റെ കിങ്കരന്മാരാൽ ഉപനീതം കൊണ്ടുവരപ്പെട്ട ബലിം ആ രാജഭോഗത്തെ ഗൃഹൻ സ്വീകരിച്ചും പുര്യാം ഏവ നഗരത്തിൽ തന്നെ മധുഭുക് മദ്യപാനം ചെയ്തും സ്ത്രീജിത സ്ത്രീ സേവയിൽ തൽപരനായിട്ടും ഭയം വരുമെന്ന് ന അവിദത് അറിഞ്ഞില്ല. അപ്പോൾ സഹ പാഞ്ചാലേഷു സ്വപാർഷദൈഹി ഉപനീതം ബലിം ഗൃഹൻ പുര്യാം ഏവ മധുഭുക് സ്ത്രീജിത ഭയം ന അവിദത്. സഹ പാഞ്ചാലേഷു സ്വപാർഷദൈഹി ഉപനീതം ബലിം ഗൃഹൻ പുര്യാം ഏവ മധുഭുക് സ്ത്രീജിത ഭയം ന അവിദത്. അപ്പോൾ അവൻ ആ പാഞ്ചാല രാജ്യത്തിൽ സ്വന്തം കിങ്കരന്മാരാൽ കൊണ്ടുവരപ്പെട്ട രാജഭോഗങ്ങളെ സ്വീകരിച്ചും ആ നഗരത്തിൽ തന്നെ മദ്യപാനം ചെയ്തും സ്ത്രീ സേവാ തൽപരനായിട്ടും ഭയം വരുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ രാജ്യം, നഗരം, ബന്ധുക്കൾ ഇവയെ എങ്ങനെ രക്ഷിക്കും എന്ന് ആലോചിച്ച് ആ പുരഞ്ജനൻ ചിന്താമഗ്നായി. വൃദ്ധന്മാരുടെ ചിന്തയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഘട്ടത്തിൽ ആ പാഞ്ചാലത്തിലെ തൻ്റെ ഭൃത്യന്മാർ കരം കൊണ്ടുവന്ന് കൊടുത്തും അതിനെ അനുഭവിച്ചും കൂടാതെ മദ്യപാനവും ആരംഭിച്ചു. അങ്ങനെ സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനാവുകയും ചെയ്തു. അങ്ങനെ ആ പ്രാണഭയം വിസ്മരിച്ചു. മാനസികമായിരിക്കുന്ന അസ്വാസ്ഥ്യം ഒഴിവാക്കാൻ ആ പ്രാകൃത ജനങ്ങൾ അവലംബിക്കുന്ന മാർഗങ്ങളാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും അതുതന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ. മദ്യപാനവും മയക്കുമരുന്നും ഇതൊക്കെയാണ് ഇപ്പോഴും ആൾക്കാർ സ്വീകരിക്കുന്ന അതേ സന്ദർഭം, അതേ ഇത് തന്നെയാണ് ആ ജീവന് ഈ സമയത്ത് ഉണ്ടാവണമെന്നർത്ഥം. മാനസികമായിരിക്കുന്ന അസ്വസ്ഥം ഒഴിവാക്കാൻ പ്രാകൃത ജനങ്ങൾ അവലംബിക്കുന്ന മാർഗങ്ങളാണ്. ആ ഈശ്വരോപാസനയെ പറ്റി അവർ ചിന്തിക്കുകയില്ല. അപ്പോൾ ആ ഭൗതികോപാധികളാൽ അങ്ങനെ ക്ലേശ ശമനം കൈവരുത്തുന്നത് നൈമിഷികം എന്ന് അവർ അറിയുന്നതുമില്ല. ഭൗതിക ആ ഉപാധികളെ കൊണ്ട് ആ ക്ലേശം അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള അവരറിയാതെ ഇങ്ങനെ വിഷയലമ്പടന്മാരായിട്ട് കഴിയുകയാണ് അപ്പോൾ ചെയ്യണത്. ആ ജീവൻ അങ്ങനെ കഴിയുകയാണ് ചെയ്യണത്. അപ്പോൾ ആ നഗരത്തിൽ ആ മദ്യപാനം ചെയ്ത് ആ ക്ഷുദ്രസുഖങ്ങൾ അനുഭവിച്ച് ഇരുന്ന ആ പുരഞ്ജനൻ തൻ്റെ പാർഷദന്മാർ കൊടുത്ത ആ ബലി സ്വീകരിച്ചുകൊണ്ട് സ്ത്രീജിതനായിട്ട് വരാൻ പോകുന്ന ആ ഭയത്തെ ഒട്ടും അറിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പുരപാലകനായിരിക്കുന്ന ഏകൻ അനേകം പേരോടുകൂടെ അധികകാലം യുദ്ധം ചെയ്ത് ബലഹീനനായി വന്നു തുടങ്ങിയപ്പോൾ രാജ്യം, രാജധാനി, ബന്ധുക്കൾ ഇവയുടെയെല്ലാം ഹിതകർത്താവായിരിക്കുന്ന പുരഞ്ജന മഹാരാജാവിന് വലിയ വിചാരമുള്ളിൽ കടന്നുകൂടി. അഭിമാനം നിമിത്തം ആ ശരീരേന്ദ്രിയങ്ങളുടെ സ്വാമിയായിരിക്കുന്ന ജീവൻ സഹായിയായിരുന്ന ആ പ്രാണൻ്റെ ബലം കുറഞ്ഞു വന്നപ്പോൾ ഇനിമേൽ എങ്ങനെ കഴിഞ്ഞുകൂടും എന്നുള്ള ആ ഖേദം നിമിത്തം ജീവാത്മാവ് ചിന്താപരനായി എന്ന് പറഞ്ഞു. ശത്രുക്കളുടെ ആക്രമണം തുടങ്ങിയിട്ട് കാലം അധികം ആയില്ല. ഇതുവരെ പ്രതിവിധി എന്തുകൊണ്ടാണ് ചിന്തിക്കാതിരിക്കുന്നതെന്ന് ശങ്കിക്കേണ്ട. പുരഞ്ജനൻ ആ പുരയിൽ പ്രവേശിച്ചതു മുതൽക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഭയത്തെ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആൾക്കാർ ആവശ്യമുള്ള സാധനങ്ങളെ പുരഞ്ജനൻ്റെ അരികത്ത് കൊണ്ടുവന്ന് കൊടുക്കും. അതിനെ സ്വീകരിച്ചും മദ്യപിച്ചും മതിച്ചും സ്ത്രീകൾക്ക് കീഴടങ്ങിയും കൊണ്ട് ആ രാജാവ് കാലം കഴിച്ചു വന്നു. തുച്ഛങ്ങളായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും സിദ്ധിക്കുന്ന അല്പനേരത്തെ ആഭാസ സുഖം, മദ്യം, ജനനമരണ നിവൃത്തിക്കാവശ്യമായിരിക്കുന്ന ഈശ്വരഭജനം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ആ അറിവില്ലായ്മ എന്നർത്ഥം. ആഭാസ സ്വരൂപമാണ് ഈ മദ്യം, മയക്കുമരുന്ന്, സ്ത്രീ സംഘം ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന വൃത്തികെട്ട ആ ജന്മത്തിൻ്റെ ആ അവസ്ഥകൾ. അപ്പോൾ ഈശ്വരഭജനം അവിടെ ചെയ്യുന്നില്ല. അതാണ് അറിവില്ലായ്മയായിട്ട് പറയുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. സ പുരഞ്ജനഃ ആ പുരഞ്ജനൻ പുര്യാം പുരിയിൽ സ്വപാർഷദൈരാനീതം ബലിം സ്വപാർഷദന്മാരാൽ കൊണ്ടുവരപ്പെട്ട ബലിയെ ഗൃഹൻ സ്വീകരിച്ച് സ്ത്രീജിതനായിട്ടും ഭയം നാലോചിതവാൻ ഭയത്തെ ആലോചിക്കാതെ അങ്ങനെ ജീവിച്ചു എന്നർത്ഥം. അതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ പുരഞ്ജനഃ ആ പുരഞ്ജനൻ പുരിയോ ആ പുരിയിൽ
സ്വപാർഷദൈരാനീതം സ്വപാർഷദന്മാരാൽ കൊണ്ടുവരപ്പെട്ട ബലിം ആ ബലിയെ സ്വീകരിച്ച ഭോഗ്യ സാധനങ്ങൾ സ്വീകരിച്ച് ഗൃഹൻ സ്വീകരിച്ചിട്ട് സ്ത്രീജിതനായിട്ട് ഭയം നാലോചിതവാൻ ഭയത്തെ ആലോചിക്കാതെ കഴിഞ്ഞു എന്നർത്ഥം. സ പുരഞ്ജന പുര്യാം സ്വപാർഷദൈരാനീതം ബലിം ഗൃഹൻ സ്ത്രീജിത്തോ ഭയം നാലോചിതവാൻ ഉള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അങ്ങനെ അടുത്ത ശ്ലോകം നോക്കാം. 19ാമത്തെ ശ്ലോകം നോക്കാം. കാലസ്യ ദുഹിതാ കാച്ചിൽ ത്രിലോകീം വരമിച്ഛതി പര്യടന്തീന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. കാലസ്യ ദുഹിതാ കാച്ചിൽ ത്രിലോകീം വരമിച്ഛതി പശ്യന്തി ന ബർഹിഷ്മൻ പര്യടന്തി ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. അലയോ പ്രാചീന ബർഹിസ്സേ. ബർഹിഷ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ പ്രാചീന ബർഹിസ്സേ, കാലൻ്റെ പുത്രിയായിരിക്കുന്ന കാച്ചിൽ ഒരുവൾ വരത്തെ നേടിക്കൊണ്ട് വരമിച്ഛതി വരത്തെ നേടിക്കൊണ്ട് ആ 3 ലോകവും ചുറ്റി നടക്കുകയായിട്ടും ആരെങ്കിലും അല്ലയോ പ്രാചീന ബർഹിസേ, കാലത്തിൻ്റെ പുത്രിയായിരിക്കുന്ന ഒരുവള് ആ വരനെ തേടിക്കൊണ്ട് കാലൻ കന്യ വരനെ തേടിക്കൊണ്ട് ഈ 3 ലോകത്തിലും അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നതായിട്ട് ആരും അതിനെ പറ്റിയിട്ട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവളെ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാണ് പറഞ്ഞാൽ. കാലൻ്റെ പുത്രിയെ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല. അവളെ ഇങ്ങനെ വരനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. കാലസ്യ ദുഹിത കാലൻ്റെ ദുഹിത പുത്രി കാച്ചിൽ ഒരു സ്ത്രീ ത്രിലോകീം ഈ 3 ലോകങ്ങളിലും വരമിച്ഛതി വരനെ ഇച്ഛിച്ചിട്ട് പര്യടന്തി അങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. ന ബർഹിഷ്മൻ അല്ലയോ പ്രാചീന ബർഹിസേ, അവളെ ആരും പ്രത്യനന്ദത കശ്ചന അവളെ ആരും സ്വീകരിച്ചില്ല. ഒരു വരനും അവളെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. കാലസ്യ ദുഹിതാ കാജിൽ ത്രിലോകീം വരമിച്ഛതി പര്യടന്തി ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. പദങ്ങൾ ഹേ ബർഹിഷ്മൻ അല്ലയോ പ്രാചീന ബർഹിസേ, കാലസ്യ കാലൻ്റെ ദുഹിത പുത്രിയായിരിക്കുന്ന കാച്ചിൽ ഒരുവൾ വരനെ ഇച്ഛതി തേടിക്കൊണ്ട് ത്രിലോകീം 3 ലോകങ്ങളും പര്യടന്തി ചുറ്റി നടക്കുകയായിട്ടും കശ്ചന ആരെങ്കിലും ന പ്രത്യനന്ദത അവളെ സ്വീകരിക്കുകയും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഹേ ബർഹിഷ്മൻ അല്ലയോ പ്രാചീന ബർഹിസേ, കാലസ്യ കാലൻ്റെ ദുഹിത പുത്രിയായിരിക്കുന്ന കാച്ചിൽ ഒരുവൾ വരനെ ഇച്ഛതി തേടിക്കൊണ്ട് ത്രിലോകീം 3 ലോകവും പര്യടന്തി ചുറ്റി നടക്കുകയായിട്ടും കശ്ചന ആരെങ്കിലും ന പ്രത്യനന്ദത അവളെ സ്വീകരിച്ചില്ല. അപ്പോൾ ഹേ ബർഹിഷ്മൻ കാലസ്യ ദുഹിത കാജിൽ വരം ഇച്ഛതി ത്രിലോകീം പര്യടന്തി കശ്ചന ന പ്രത്യനന്ദത. എന്നുകൂടി പറയാം. ഹേ ബർഹിഷ്മൻ കാലസ്യ ദുഹിത കാച്ചിൽ വരം ഇച്ഛതി ത്രിലോകീം പര്യടന്തി കശ്ചന ന പ്രത്യനന്ദത. അല്ലയോ പ്രാചീന ബർഹിസേ, കാലൻ്റെ പുത്രിയായിരിക്കുന്ന ഒരുവൾ വരനെ തേടിക്കൊണ്ട് 3 ലോകവും ചുറ്റി നടക്കുകയായിട്ടും അവളെ ആരെങ്കിലും സ്വീകരിച്ചില്ല. അല്ലയോ പ്രാചീന ബർഹിസേ, അങ്ങനെ ഇരിക്കെ കാലത്തിൻ്റെ പുത്രിയായിരിക്കുന്ന ഒരുവൾ ത്രൈലോക്യവാസികളെയെല്ലാം വരിക്കുവാൻ ആഗ്രഹിച്ചിട്ടെന്നാണ് വരമിച്ഛതി ത്രിലോകീം വരമിച്ഛതി. ത്രൈലോക്യവാസികളെ എല്ലാം വരൻ ആയിട്ട് സ്വീകരിക്കാൻ ഇച്ഛിച്ചിട്ട് സഞ്ചരിപ്പാൻ തുടങ്ങി. അവളെ ആരും തന്നെ സ്വീകരിപ്പാൻ സന്നദ്ധരായില്ല. ഇവിടെ മുതൽക്കാണ് കാലകന്യക എന്ന അസാധാരണ കഥാപാത്രത്തിൻ്റെ പ്രവേശനം. അതാണ് പറയുന്നത്. ആ കാലകന്യ എന്ന് പറയുന്നത് ജരയാണ്. അപ്രകാരം ഉൽപ്രേക്ഷിക്കപ്പെട്ട കാലകന്യകയാണത്രേ അവളുടെ നാമധേയം. ജരാനരകൾ അതാണ് ഇതിനെയാണ് കാലകന്യ എന്ന് പറയുന്നത്. ജീവന് ആയുസ് വർദ്ധിക്കുമ്പോൾ വയസ്സാകുമ്പോൾ ഉണ്ടാവുന്ന ആ കാലം കൊണ്ട് വരുന്ന ആ മാറ്റങ്ങൾ അതിനെയാണ് കാലകന്യയായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ
ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബർഹിഷ്മൻ 3 ലോകം മുഴുവൻ വരനായി ആഗ്രഹിക്കുന്നവളും അതിനായി ചുറ്റി നടക്കുന്നവളുമായിട്ടുള്ള കാലത്തിൻ്റെ ഒരു മകളുണ്ട്. ആരും അവളെ അഭിനന്ദിച്ചില്ല, ആരും അവളെ സ്വീകരിച്ചില്ല അർത്ഥം. അപ്പോൾ നമ്മൾ ആരെങ്കിലും സ്വീകരിക്കുമോ? ഈ ജരാനരകളെ സ്വീകരിക്കില്ല. ഇങ്ങനെ ആ നിത്യഭയം നേരിട്ടിരിക്കുന്ന കാലത്താണ് മറ്റൊരു ഭയം കൂടെ വന്നു ചേരുന്നത്. ഹേ പ്രാചീന ബർഹിസെ, ഇവിടെ മനസ്സിരുത്തി കേൾക്കണം. ആപത്തിനു മീതെ ആപത്താണ് ആ പുരഞ്ജന മഹാരാജാവിന് വന്നിരിക്കുന്നത്. കാലൻ്റെ പുത്രി എന്നൊരുവളുണ്ട്. ആ ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് 3 ലോകത്തിലും സഞ്ചരിക്കുന്ന അവളെ ഒരുവനെങ്കിലും വരിപ്പാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാലകന്യെന്ന് ജരയ്ക്ക് പേർ നിശ്ചയിച്ചതാണ്. ജരാനരകൾക്ക് ശരീരത്തിൽ ജരബാധിക്കുന്നതിൽ ആർക്കും ഇഷ്ടമില്ലെന്ന് കാണിപ്പാനാണ് ആരും അവളെ അഭിനന്ദിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യാഖ്യാനം നോക്കാം. ഹേ രാജൻ, അല്ലയോ രാജാവേ, ഏതസ്മിൻ, അപ്പോൾ കാലേ, കാലത്തിൻ്റെ, കാലസ്യ, ആ കാലത്ത്, കാലത്തിൻ്റെ, കാലസ്യ കദാചിൽ കന്യ, കാലത്തിൻ്റെ ഒരു പുത്രി കന്യ പതിമിച്ഛന്തി ത്രിലോകിയും ബഭ്രാമ, പതിയെ ഇച്ഛിച്ചുകൊണ്ട് ത്രിലോകത്തിലും അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഹേ രാജൻ, ഏതസ്മിൻ കാലേ കാലസ്യ കദാചിൽ കന്യ പതിമിച്ഛന്തി ത്രിലോകിയും ബഭ്രാമ താം കശ്ചന നയിച്ചൽ, എന്ന ഒരാളും അവളെ സ്വീകരിച്ചില്ല എന്നർത്ഥം. ഹേ രാജൻ, ഏതസ്മിൻ കാലേ, ഇപ്രകാരം ആ സമയത്ത്, കാലസ്യ കദാചിൽ, കാലൻ്റെ ഒരു കദാചിൽ, ഒരു ഏതോ ഒരു പുത്രി കന്യ, പതിമിച്ഛന്തി, പതിയെ ഇച്ഛിച്ചിട്ട്, വരനെ ഇച്ഛിച്ചിട്ട്, ത്രിലോകിയും ബഭ്രാമ, ത്രിലോകത്തിലും ഇങ്ങനെ സഞ്ചരിച്ചു. താം, അവൾക്ക് കശ്ചന, ആരും നയിച്ചൽ, അവളെ ആരും ഇഷ്ടപ്പെട്ടില്ല, അഭിനന്ദിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല, സ്വീകരിച്ചില്ല എന്നൊക്കെ അർത്ഥം എടുക്കാം ഇവിടെ. ഹേ രാജൻ, ഏതസ്മിൻ കാലേ കാലസ്യ കദാചിൽ കന്യ പതിമിച്ഛന്തി ത്രിലോകിയും ബഭ്രാമ താം കശ്ചന നയിച്ചത്. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം, ആ വ്യാഖ്യാനം ആയിട്ട് അവിടെ വരുന്നത്. കാലസ്യ ദുഹിതാകാജിൽ ത്രിലോകിയും വരമിച്ഛതി പരിരന്തീന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. അടുത്ത ശ്ലോകം 20ാമത്തെ ശ്ലോകം. ദൗർഭാഗ്യേ, ദൗർഭാഗ്യേനാത്മനോ ലോകേ വിശ്രുതാ ദുർഭഗേ ദിസ യാ തുഷ്ടാ രാജശ്രയേതു വൃതാദാത് പൂരവേ വരം. ദൗർഭാഗ്യേനാത്മനോ ലോകേ വിശ്രുതാ ദുർഭഗേ ദിസ യാ തുഷ്ടാ രാജശ്രയേതു വൃതാദാത് പൂരവേ വരം. അങ്ങനെ തൻ്റെ ആ നിർഭാഗ്യം മൂലം അവൾ ആ ലോകത്തിൽ ആ ദുർഭഗ എന്ന് പ്രസിദ്ധയായി. കാലകന്യയ്ക്ക് ദുർഭഗ എന്നാണ് പേര്. അങ്ങനെ ഇളയാതൊരുവൾ രാജർഷിയായിരിക്കുന്ന പൂരുവിന് അദ്ദേഹത്താൽ വരിക്കപ്പെട്ട് സന്തുഷ്ടയായിട്ട് ആ വരത്തെ പ്രദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആ കാലകന്യ, ആ കാലകന്യയെ എന്തുണ്ടായി? ആ ദുർഭഗയായിരിക്കുന്ന കാലകന്യകയെ വരിക്കപ്പെട്ടു. ആര്? പൂരു എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ്. അങ്ങനെ സന്തുഷ്ടനായിട്ടുള്ള കഥയും കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്, പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പുരൂരവസ്ഥ വാർദ്ധക്യത്തെ, യൗവനത്തെ സ്വീകരിച്ച് പിന്നെ വീണ്ടും വാർദ്ധക്യത്തെ സ്വീകരിക്കുന്ന ഒരു കഥയുണ്ട്. അതാണ് ഇവിടെ പൂരു എന്നുള്ള രാജർഷി ആണ് അവളെ സ്വയമേവ സ്വീകരിച്ചത്. പുരൂരവസാണ് ആ കാലകന്യയെ സ്വയമേവ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ സന്തുഷ്ടനായിട്ട് ആ അനേകം വരങ്ങൾ അവളെ, ആ കാലകന്യ അവൾക്ക് അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ. ദൗർഭാഗ്യേന ആത്മനോ ലോകേ വിശ്രുതാ ദുർഭഗേതി സാ യാ തുഷ്ട രാജശ്രയേതു വൃതാദാൽ പൂരവേ വരം. അതിലത്തെ പദങ്ങൾ ആത്മനഹ, തൻ്റെ ആത്മനഹ എന്ന് പറയുന്നത് തൻ്റെ, ദൗർഭാഗ്യേന നിർഭാഗ്യം മൂലം, സാ അവൾ, ലോകേ ലോകത്തിൽ, ദുർഭഗ ഇതി ദുർഭഗ എന്ന് വിശ്രുത പ്രസിദ്ധയാണ്. യാതു ഏതൊരുവൾ രാജർഷയെ രാജർഷിയായിരിക്കുന്ന പൂരുവേ ആ പൂരുവിന്, വൃത അദ്ദേഹത്തെ വരിക്കപ്പെട്ട്, തുഷ്ട സന്തുഷ്ടനായിട്ട്, വരം വരത്തെ, ആദാ പ്രദാനം ചെയ്തിട്ടുണ്ട്. ആത്മനഹ തൻ്റെ
ദൗർഭാഗ്യേന നിർഭാഗ്യം മൂലം സഹ അവൾ ലോകേ ലോകത്തിൽ ദുർഭഗ ഇതി ദുർഭഗ എന്ന് വിശ്രുത പ്രസിദ്ധയാണ്. യാതു ഏതൊരുവൾ രാജർഷയെ രാജർഷിയായിരിക്കുന്ന പൂരവേ പൂരുവിന് വൃത്ത അദ്ദേഹത്താൽ വരിക്കപ്പെട്ടിട്ട് തുഷ്ട സന്തുഷ്ടയായിട്ട് വരത്തെ ആദാത് പ്രദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആത്മനഃ ദൗർഭാഗ്യേന സാ ലോകേ ദുർഭഗ ഇതി വിശ്രുത യാതു രാജർഷയെ പൂരവഹ വൃത തുഷ്ട വരം ആദാത്. ഒന്നും കൂടി പറയാം. ആത്മാനം ദൗർഭാഗ്യേന സാ ലോകേ ദുർഭഗേ ഇതി വിശ്രുത യാതു രാജർഷയെ പൂരവേ വൃതാ തുഷ്ട വരം ആദാത്. തൻ്റെ ആ നിർഭാഗ്യം മൂലം അവൾ ലോകത്തിലെ ദുർഭഗയെന്ന് അങ്ങനെ പ്രസിദ്ധയാണ്. അങ്ങനെയുള്ള ഏതൊരുവൾ ആ രാജർഷിയായിരിക്കുന്ന ആ പൂരുവിന് അദ്ദേഹത്താൽ വരിക്കപ്പെട്ടിട്ട് സന്തുഷ്ടയായിട്ട് അനവധി വരത്തെ പ്രദാനം ചെയ്തിട്ടുണ്ടെന്നർത്ഥം. തൻ്റെ ദൗർഭാഗ്യം കൊണ്ട് ദുർഭഗയെന്ന് ലോകത്തിൽ പ്രസിദ്ധമായവളാണ് ആ കാലകന്യക. അവളെ സ്വയമേവ വരിച്ചത് പൂരു എന്ന രാജർഷി മാത്രമായിരുന്നു. അദ്ദേഹത്തിൽ സന്തുഷ്ടയായിട്ടുള്ള അവൾ അനേകം വരങ്ങൾ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുകയുണ്ടായി. യയാതി ചരിത്രത്തിൽ വരുന്ന കഥാഭാഗമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഭാഗവതം നവമസ്കന്ധത്തിൽ 18-ാമത്തെ അധ്യായത്തിലാണ് ആ പ്രസക്ത ഭാഗം. യയാതിക്ക് ശുക്രശാപത്താൽ ലഭിച്ച അകാല വാർദ്ധക്യ കനിഷ്ഠപുത്രനായിരിക്കുന്ന പൂരുവാണ് അത് ഏറ്റെടുത്തത്. യയാതിക്ക് യൗവനം വേണം എന്ന് വിചാരിച്ചിട്ട് മകൻ്റെ അടുത്ത് നിന്നും ആ യൗവനം സ്വീകരിക്കുകയാണ്. അങ്ങനെ ആ മകൻ യയാതിയുടെ മകനായിരിക്കുന്ന പുരൂരവസ് വാർദ്ധക്യത്തെ സ്വീകരിക്കുകയാണ് ആ അച്ഛൻ്റെ. ആ സന്ദർഭത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതെന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പണ്ട് പൂരുവിനാൽ സ്വയം വരിക്കപ്പെട്ടിരുന്നതിനാൽ സന്തുഷ്ടനായിരിക്കുന്ന ആ രാജർഷിയിൽ നിന്നും വരം വാങ്ങിയ അവൾ ഭാഗ്യക്കേടാൽ ദുർഭഗ എന്ന ലോകത്തിൽ പ്രസിദ്ധയാണ്. കാലകന്യയുടെ പേര് ദുർഭഗ എന്നുള്ള പേരിലാണ് പ്രസിദ്ധം ആയിരിക്കുന്നത്. അപ്പോൾ കാലകന്യെന്ന് ജരയ്ക്ക് പേർ നിശ്ചയിച്ചതാണ്. അതൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെ ആരും സ്വീകരിക്കാതിരുന്നതിന് കാരണം എന്തെന്നാൽ ഭാഗ്യഹീനയാണെന്ന് കേട്ട മാത്രയിൽ തന്നെ അറിയത്തക്ക വിധം ദുർഭഗ എന്നു പേരുള്ള നാമത്താൽ ലോകത്തിൽ അവൾ പ്രസിദ്ധയാണ്. അതുകൊണ്ട് അവളെ ആരും വരിച്ചില്ല. ഒരു കാലത്ത് പൂരു എന്ന രാജാവ് അവളെ വരിച്ചു. അതിനാൽ അവൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ തന്നെ സ്ത്രീധനമായിട്ട് കൊടുത്തു എന്നുള്ള കഥ ഉണ്ട്. യയാതിയെ ബാധിച്ച ജരയെ പൂരു സ്വീകരിച്ചതിനാൽ പൂരുവിന് രാജ്യം അവകാശപ്പെട്ടു. ആരും ഇഷ്ടപ്പെടാത്ത ജരയെ സ്വീകരിച്ചത് രാജ്യപ്രാപ്തിക്ക് കാരണമാകിയാൽ ജര തന്നെ ആ പൂരുവിന് രാജ്യദാനം ചെയ്തവളെന്ന് കാണിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. സാത്മനോ ദൗർഭാഗ്യേന ദുർഭഗേതി ലോകേ വിഖ്യാത. അവള് സ്വയം ദുർഭഗ എന്നുള്ള പേരിൽ ലോകത്തിൽ ദൗർഭാഗ്യം കൊണ്ട് ദുർഭാഗ്യം കൊണ്ട് ദുർഭഗ എന്ന പേരിൽ ലോകത്തിൽ വിഖ്യാതയാണെന്നർത്ഥം. സാത്മനോ ദൗർഭാഗ്യേന ദുർഭഗേതി ലോകേ വിഖ്യാത. കദാചിൽ സാടമാന മാം പഥി ദൃഷ്ട്വാ. ഇതിൽ ഇത്ര വരുന്നുള്ളൂ. സാത്മനോ ദൗർഭാഗ്യേന ദുർഭഗേതി ലോകേ വിഖ്യാത, അത്രേ വ്യാഖ്യാനത്തിൽ വരുന്നുള്ളൂ. അവളെ സ്വയം ആ ദുർഭാഗ്യം കൊണ്ട് ദുർഭഗ എന്ന പേരിൽ അങ്ങനെ വിഖ്യാതയായിട്ട് തീർന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 21-ാമത്തെ. കദാചിദടമാനാസ ബ്രഹ്മലോകാൻ മഹീം ശതം ഗതം. കദാചിദടമാനാസ ബ്രഹ്മലോകാൻ മഹീം ഗതം വവ്രേ ബൃഹദ്വ്രതം മാം തു ജാനതി കാമമോഹിത.
കദാചിൽ അടമാനാസ ബ്രഹ്മലോകാൻ മഹീം ഗതം വവ്രേ ബൃഹദ്വ്രതം മാം തു ജാനതീ കാമമോഹിത. ഒരിക്കൽ ആ ബ്രഹ്മലോകത്ത് നിന്ന് ആ ഭൂലോകത്തിൽ വന്ന എന്നെ, ഭൂലോകത്തിൽ വന്ന എന്നെ എങ്ങും ചുറ്റി സഞ്ചരിക്കുന്ന അവൾ നൈഷ്ഠികനാണെന്ന് അറിഞ്ഞിട്ടും കാമപരവശയായിട്ട് വരിക്കുവാൻ ഉദ്യമിച്ചു. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കദാചിത് അടമാനാസ സാ ബ്രഹ്മലോകാൻ മഹീം ഗതം വവ്രേ ബൃഹദ്വ്രതം മാം തു ജാനതി കാമമോഹിത. ഒരിക്കൽ ആ ബ്രഹ്മലോകത്ത് നിന്ന് ഈ ഭൂലോകത്തിൽ വന്ന എന്നെ ആ ചുറ്റി സഞ്ചരിക്കുന്ന അവൾ, ഈ കാലകന്യ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് അറിഞ്ഞിട്ടും ആ കാമപരവശനായിട്ട് എന്നെ അങ്ങനെ വരിക്കുവാൻ ആഗ്രഹിച്ചു, ഉദ്യമിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. കദാചിത് അടമാന, ഒരിക്കൽ ബ്രഹ്മലോകാത്, ആ ബ്രഹ്മലോകത്തിൽ നിന്നും മഹീം ഭൂലോകത്തിൽ ഗതം മാം വന്ന എന്നെ, ഭൂലോകത്തിൽ നിന്നും ഇവിടെ നാരദനാണ് പറയുന്നത്. നാരദൻ പറയുകയാണ്, ഒരിക്കൽ ഞാൻ ഇങ്ങനെ നിത്യബ്രഹ്മചാരിയാണെന്ന് അറിഞ്ഞിട്ടും ഈ കാലകന്യ എന്നെ വരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പിന്നാലെ കൂടിയെന്ന്. കദാചിൽ ഒരിക്കൽ ബ്രഹ്മലോകാത്, ആ ബ്രഹ്മലോകത്ത് നിന്ന് മഹീം ഭൂലോകത്തിലേക്ക് ഗതം മാം വന്ന എന്നെ അടമാനഹ എങ്ങും ചുറ്റിത്തിൽ സഞ്ചരിക്കുന്ന സാ അവള് ബൃഹദ്വ്രതം നൈഷ്ഠികനാണെന്ന് അറിഞ്ഞിട്ടും ജാനതീതു അറിഞ്ഞിട്ടും കാമമോഹിത കാമപരവശയായിട്ട് വവ്രേ വരിക്കുവാൻ ഉദ്യമിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കദാചിൽ ഒരിക്കൽ ബ്രഹ്മലോകാത് ബ്രഹ്മലോകത്ത് നിന്നും മഹീം ഭൂലോകത്തിൽ ഗതം മാം വന്ന എന്നെ അടമാന എങ്ങും ചുറ്റി സഞ്ചരിക്കുന്ന സാ അവൾ ബൃഹദ്വ്രതം നൈഷ്ഠികനാണെന്ന് ജാനതീതു അറിഞ്ഞിട്ടും കാമമോഹിത കാമപരവശയായിട്ട് വവ്രേ വരിക്കാൻ ഉദ്യമിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് കദാചിൽ ബ്രഹ്മലോകാത് മഹീം ഗതം മാം അടമാന സാ ബൃഹദ്വ്രതം ജാനതീതു കാമമോഹിത വവ്രേ. കൂടി പറയാം. കദാചിൽ ബ്രഹ്മലോകാത് മഹീം ഗതം മാം അടമാന സാ ബൃഹദ്വ്രതം ജാനതീതു കാമമോഹിത വവ്രേ. ഒരിക്കൽ ബ്രഹ്മലോകത്ത് നിന്നും ഭൂലോകത്തിൽ വന്ന എന്നെ എങ്ങും ചുറ്റി സഞ്ചരിക്കുന്ന അവൾ ആ നൈഷ്ഠികി ആണെന്ന് അറിഞ്ഞിട്ടും കാമപരവശായിട്ട് വരിക്കുവാൻ ഉദ്യമിച്ചു. അവൾ അവിടെ ഇവിടെ ചുറ്റി നടക്കവേ ബ്രഹ്മലോകത്തു നിന്നും ഭൂമിയിലേക്ക് വന്ന എന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് അറിഞ്ഞിട്ടും കാമപാരവശ്യം ഹേതുവായിട്ട് സ്വാധീനിക്കുകയുണ്ടായി. ബൃഹദ്വ്രതൻ എന്ന് പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചാരി നാരദൻ മോഹന ചരിത്രം ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നാരദ മഹർഷി ആ വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഒരിക്കൽ സ്ത്രീ ആയിരിക്കുന്ന ഒരു ചരിത്രം പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. പത്മപുരാണത്തിൽ പാതാളഖണ്ഡത്തിലെ 75-ാമത്തെ അധ്യായത്തിലെ ദേവീ ഭാഗവതത്തിലെ മറ്റൊരു കഥാഭാഗം ആണ് ഇവിടെ കൂടുതൽ പ്രസക്തം. ഒരിക്കൽ നാരദനും മരുമകനും ആയിരിക്കുന്ന പർവ്വതനും ഭൂമിയിലൂടെ സഞ്ചരിക്കവേ സൃഞ്ജയ രാജാവിൻ്റെ അതിഥികളായിട്ട് വസിച്ചു. അങ്ങനെ ആ സൃഞ്ജയൻ പാഞ്ചാലരിൽ ഒരുവനാണെന്ന് മഹാഭാരത ആദി കഥകളിൽ കാണാം. അതിനാൽ ആ നാരദനെ കാലകന്യയെ ഗ്രസിച്ചത് പുരഞ്ജനൻ്റേതായിരിക്കുന്ന ഇതേ പാഞ്ചാലത്തിൽ വെച്ചു തന്നെയാണ്. സൃഞ്ജയൻ തൻ്റെ പുത്രിയായിരിക്കുന്ന ദമയന്തിയെ ഋഷികളുടെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. കാലകന്യക സൃഞ്ജയൻ്റെ പുത്രിയുടെ രൂപത്തിലാണ് നാരദനെ വശീകരിക്കുന്നത്. അവൾക്ക് നാരദനിൽ അനുരാഗം അങ്കുരിച്ചു. ശുശ്രൂഷയിൽ നാരദനോട് കൂടുതൽ താല്പര്യം കാണിക്കും. അങ്ങനെ നാരദന് അവളിലും അനുരാഗമുണ്ടായി. പർവ്വതൻ കുറേശ്ശെ കാര്യങ്ങൾ മനസ്സിലാക്കി രഹസ്യം
പറയായികയാൽ നാരദനെ വാനരമുഖനാവട്ടെ എന്ന് ശപിച്ചു. പർവ്വതൻ യാത്രയായി. നാരദൻ്റെ മുഖം വികൃതമായി കണ്ട കന്യക വ്യസനിച്ചു. എങ്കിലും അനുരാഗം ഹേതുവായിട്ട് ഉപേക്ഷിച്ചില്ല. മാതാപിതാക്കൾക്ക് സമ്മതം അല്ലെങ്കിലും കന്യകയുടെ നിർബന്ധ പ്രകാരം അവളെ നാരദന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിനിടയിൽ പർവ്വതൻ വരികയും നാരദന് സുന്ദരമുഖമുണ്ടാകാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെ കഴിയവേ നാരദന് വന്നു ചേരാനിടയുള്ള ആ ജരാനരകളെ പറ്റിയാണ് ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നത്. നാരദൻ ഒടുവിൽ വൈരാഗ്യം വന്ന് സ്വസ്ഥിതിയെ പ്രാപിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോയി എന്ന് ദേവി ഭാഗവത്തിൽ കഥയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രം നോക്കിപ്പോക്കാം. ഈ കഥ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും വേണം. എന്താണ് ആ കഥ എന്നുള്ളത്. ഒരിക്കൽ അങ്ങനെ അവിടെ ചുറ്റി നടക്കുന്ന അവൾ, ആ കാലകന്യ, ബ്രഹ്മലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന എന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് അറിയാമായിരുന്നിട്ടും കാമാധിക്യത്താൽ വരിച്ചു ഉള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വരാന്വേഷണം ചെയ്ത് സഞ്ചരിക്കുന്ന അവൾ ഒരു നാൾ ബ്രഹ്മലോകത്തിൽ നിന്നും ഭൂലോകത്തെ പ്രാപിച്ചിരുന്നപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് അറിഞ്ഞിട്ടും കാമാന്ധത നിമിത്തം ഭർത്താവായിരിക്കണം എന്ന് എന്നോട് അപേക്ഷിച്ചു. ഗൃഹസ്ഥൻ ബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള ആ ഭേദഭാവന ജരയ്ക്കൊന്നുമില്ല. എല്ലാവരെയും ആ ജര ബാധിക്കുന്നർത്ഥം. അപ്പോൾ ഗൃഹസ്ഥൻ ബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള ഭേദഭാവന ജരയ്ക്കില്ല. ആരുടെ അരികത്തും പ്രവേശിക്കും എന്ന് മാത്രം ആണ് ഇതിൻ്റെ സാരം ആയിട്ട് വരുന്നതെന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമ്മൾക്ക് നോക്കാം. അങ്ങനെ കഥാചിൽ ഒരിക്കൽ സാ അടമാന അവൾ അങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ മാം പഥി എന്നെ വഴിയിൽ കണ്ടിട്ട് മാം പഥി ദൃഷ്ടുവ വരീതും ഐച്ഛത് എന്നെ വരിക്കാൻ, എന്നെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇച്ഛിച്ചു. കഥാചിൽ സാടമാന മാം പഥി ഒരിക്കൽ അവൾ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ മാം എന്നെ കണ്ട്, പഥി വഴിയിൽ ദൃഷ്ടുവ എന്നെ വഴിയിൽ കണ്ട്, വരീതുമൈച്ഛൽ വരിക്കാൻ ഇച്ഛിച്ചു. കഥാചിൽ സാടമാന മാം പഥി ദൃഷ്ടുവ വരീതുമൈച്ഛൽ എന്നെ അങ്ങനെ വരിക്കാൻ വേണ്ടി അവൾ ഇച്ഛിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.